തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകല്ലേ. ഏതു സമയവും നമുക്ക് മരണം വരാമല്ലോ. ഇപ്പോൾ വരാം. വിശ്വാസിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇസ്ലാമിന്റെ ഗ്രാഫിനെ, ഇസ്ലാമിക സംസ്കാരത്തെ പൂർണ്ണമാക്കിയെടുക്കലാണ്. നമ്മൾ കച്ചവടം ചെയ്യലോ കൃഷി ചെയ്യലോ വേറെ ഭൗതികമായ വിഷയങ്ങളുമായി ഇടപെടലോ അല്ല നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം. നമ്മുടെ ഇസ്ലാമിനെ പൂർണ്ണമാക്കിയെടുക്കലാണ്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും ആ ഉത്തരവാദിത്തം നാം നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. വേറെ ഒരായത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈമാനിന്റെ മേൽ നിത്യമാവുക, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക, വിശ്വാസത്തിന്റെ മേൽ നിത്യമാവുക. ഇത് രണ്ടും നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇന്റർനെറ്റും ടെലിവിഷനും ഒക്കെ കടന്നു വന്ന ഈ കാലത്ത് പലപ്പോഴും മനുഷ്യൻ ഈ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ, ഈ വിഷ്വൽ മീഡിയകളുടെ മുമ്പിൽ തോറ്റുപോവുകയാണ്. ഉദാഹരണം പറഞ്ഞുതരാം. പഴയ ഒരു മീഡിയയാണ് ഈ ഫോണ്. അത് ലാൻഡ് ഫോൺ ആയാലും മൊബൈലായാലും ഫോൺ കയ്യിൽ കിട്ടി, അപ്പുറത്തു നിന്നൊരു പെണ്ണിന്റെ കിളിമൊഴി. ഇപ്പോൾ ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്, ഇങ്ങേ ഭാഗത്ത് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഒരു 50 60 വയസ്സുള്ള ഒരു വയോവൃദ്ധനാകാം. അപ്പുറത്ത് വിളിക്കുന്നത് ഒരു കിളിമൊഴി, ഒരു പെണ്ണിന്റെ ശബ്ദമാണ്. കേൾക്കുന്ന ഈ പുരുഷൻ വല്ലാതെ കോരിത്തരിക്കുന്നു, വികാര വിചിത്രംബിതനാകുന്നു, ആവേശത്തിന്റെ ലഹരിയിലേക്ക് പ്രവേശിക്കുന്നു. ദീർഘനേരം ആ പെണ്ണുമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പുരുഷന്റെ സ്വഭാവം അതാണ്, സ്ത്രീയുടെ സ്വഭാവം അതാണ്. നേരെ എതിർ ദിശയിലുള്ള വിഭാഗത്തോട് സംസാരിക്കാനും അടുക്കാനും ആഗ്രഹിക്കുന്നൊരു മനസ്സ്. അതല്ലേ ഇപ്പോ ഈ നെറ്റ്വർക്ക് ബിസിനസ്സുകാർ നന്നായി ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്. ഏതെങ്കിലും ഒരു തരികിട ബിസിനസ്സുമായിട്ട് ഒരാൾ ഇറങ്ങുകയാണെങ്കിൽ മുമ്പിൽ പറഞ്ഞേക്കുക സുന്ദരിയായ ഒരു പെണ്ണിനെയാണ്. ആ പെണ്ണിനെ തീരെ ആവശ്യമില്ലാത്തയാളും പെണ്ണ് വരുമ്പോ, ഒരു പെണ്ണ് സംസാരിക്കാൻ തുടങ്ങുമ്പോ ആ പെണ്ണോട് എങ്ങനെയാ മറുത്തു പറയുക? ഒരു 5 ലക്ഷത്തിന്റെ ഒരു 10 ലക്ഷത്തിന്റെ ബിസിനസ്സിൽ പങ്കുചേരുന്നു എന്ന് ചോദിച്ചിട്ട് വന്നാൽ 10 രൂപ പോലും മുറിഞ്ഞെടുത്ത് ഉപ്പുവെക്കാൻ മടിയുള്ള ആനപ്പിശുക്കനായാലും ഒരു 10 ലക്ഷത്തിന്റെ ബിസിനസ്സിൽ പങ്കുചേരുന്നു എന്ന് ചോദിച്ചിട്ട് വന്നാൽ 10 കോടി എടുത്തു കൊടുക്കാൻ തയ്യാറാകും. കാരണം ആ മനഃശാസ്ത്രം ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള കറക്കു കമ്പനിക്കാർ. അതേപോലെ എന്റെ വിഷയത്തിലേക്ക് തന്നെ ഞാൻ പ്രവേശിക്കുകയാണ്. ടെലിഫോണിലൂടെ ഒരു ശബ്ദം കേൾക്കലോടുകൂടെ ആ പെണ്ണിനോട് ദീർഘനേരം സംസാരിക്കാൻ പുരുഷൻ ആഗ്രഹിക്കുന്നു. പുരുഷന്റെ ശബ്ദം കേൾക്കാൻ പെണ്ണാഗ്രഹിക്കുന്നു. ഒന്നുകൂടി നിങ്ങൾക്ക് കേൾക്കണോ? മനഃശാസ്ത്രജ്ഞന്മാരുടെ തിയറികളിൽ കാണുന്നു, ഒരാണിനെ പോലെയല്ല പെണ്ണ്. ആണ് പെണ്ണിന്റെ ശരീരത്തെ ആഗ്രഹിക്കും, പെണ്ണാണെങ്കിലോ പെണ്ണിന്റെ പുരുഷന്റെ ശബ്ദം മാത്രം മതിയാകും. ടെലിഫോൺ സെക്സ് എന്ന് പറയും ഇതിന്. പ്രായമുള്ളവർ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള ലാൻഡ് ഫോൺ ആയാലും, നിങ്ങളുടെ വീട്ടിലുള്ള അനേകം മൊബൈൽ സെറ്റുകളായാലും വീട്ടിലുള്ള സഹോദരിമാർ നിരന്തരം ഉപയോഗിക്കുന്നുണ്ടോ? എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ വീട്ടിലുള്ള ടെലിഫോൺ മൊബൈൽ സെറ്റുകൾ വല്ലാതെ നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടികൾ, യുവതികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഒരു നിയന്ത്രണം വരുത്താൻ ശ്രദ്ധിക്കണം. കാരണം പെണ്ണാഗ്രഹിക്കുക പുരുഷന്റെ ശബ്ദമാണ്. പുരുഷന്റെ ശരീരത്തെക്കാളും പെണ്ണിനു താല്പര്യം പുരുഷന്റെ ശബ്ദത്തോടാണ്. അത് കേട്ടാസ്വദിച്ചാലും മതി സ്ത്രീക്ക്. ഇവിടെയാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു സന്ദേശം നൽകിയത്. രണ്ട് കണ്ണുകൾ, സിനാഹുമാ, രണ്ട് കണ്ണിന്റെ വ്യഭിചാരം. രണ്ട് കണ്ണുകൾ, സിനാഹുമാ, രണ്ട് കണ്ണിന്റെ വ്യഭിചാരം. അന്നദറു, നോട്ടമാണ്. പെണ്ണിന്റെ ഫോട്ടോ നോക്കിയാലും വ്യഭിചാരാണ്. പെണ്ണിനെ നേരിട്ട് ലൈവായിട്ട് കാണുകയാണെങ്കിലും വ്യഭിചാരമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ടേക്ക് വരാം. ആദ്യം തന്നെ ഈ ഫോണല്ലേ പറഞ്ഞത്. രണ്ട് ചെവികൾ, രണ്ട് ചെവിയുടെ വ്യഭിചാരം ശബ്ദമാസ്വദിക്കലാണ്.
റസൂലുള്ളാഹി. പുരുഷന്റെ ശബ്ദം പെണ്ണാസ്വദിക്കൽ ഹറാമാണ്, പെണ്ണിന്റെ ശബ്ദം ആണാസ്വദിക്കൽ ഹറാമാണ്. ടെലിഫോൺ എടുത്ത് ചെവിയിൽ വെച്ചപ്പോ, മൊബൈൽ സെറ്റ് എടുത്ത് ചെവിയിൽ വെച്ചപ്പോ അപ്പുറത്തു നിന്ന് വിളിക്കുന്ന പെണ്ണിന്റെ ശബ്ദം ആസ്വദിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒരു വെറുപ്പോടെ ആ പെണ്ണിന്റെ ശബ്ദം നിനക്ക് തോന്നി തുടങ്ങണോ? നിന്റെ ഉള്ളിലുണ്ടാകേണ്ടത് ഈമാനാണ്. ഉള്ളിൽ നിറയെ ഈമാനുണ്ടോ? നീ ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ചവനാണോ? ഇല്ല ഇല്ല, ഒരു പെണ്ണിനോടും ശൃംഖരിക്കാൻ നിനക്ക് തോന്നില്ല, ഒരു പെണ്ണിനോടും നിനക്ക് താല്പര്യം വരില്ല, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടല്ലാതെ. ഈമാനങ്ങ് കയറിയാ പിന്നെ ഒരു പെണ്ണിനോടും താല്പര്യം വരൂല്ലേ? എന്നാ പിന്നെ ഈമാൻ വേണ്ട. നിങ്ങൾ ഈ മണം നോക്കുകയാണ്, അത് എന്നെ നോക്കുന്നത്? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈമാനങ്ങ് കയറിയാൽ പിന്നെ പെണ്ണോട് താല്പര്യം ഉണ്ടാകൂല, എന്നാ പിന്നെ പെണ്ണ് വേണ്ട. ഈമാൻ കയറിയാൽ പെണ്ണോട് താല്പര്യം ഉണ്ടാകൂല. കാരണം എന്താ? സൗന്ദര്യത്തിന് സൗന്ദര്യമുണ്ട് ഈമാനിൽ, അല്ലെ? ലഹരിക്കു ലഹരിയുണ്ട് ഈമാനിൽ, ത്രില്ലിന് ത്രില്ലുണ്ട് ഈമാനിൽ. ഈമാനില്ലാത്തതൊന്നുമില്ല, ഈമാനിലില്ലാത്തതൊന്നുമില്ല. എന്തൊക്കെയാ നാം ഈ ഭൗതിക ലോകത്തു നിന്ന് തേടുന്നത്, അതൊക്കെ ഈമാനിലുണ്ട്. സൗന്ദര്യത്തിന് സൗന്ദര്യം, എന്ത് സൗന്ദര്യം ഉസ്താദേ ഈമാനില്? എന്താ സൗന്ദര്യം ചോദിക്കും. എന്താ സൗന്ദര്യം? ഏറ്റവും വലിയ സൗന്ദര്യം ഇവിടെയാണ്. ആരാ സൗന്ദര്യം? നേരത്തെ ഞാൻ ഓതിയില്ല, ഇന്നല്ലാഹ ജമീൽ, തീർച്ചയായും അല്ലാഹുവിന് വല്ലാത്ത ഭംഗിയാണ്. അത് ഉള്ളിൽ കയറിയാൽ, ആ ഓർമ്മകൾ നമ്മെ വേട്ടയാടാൻ തുടങ്ങിയാൽ പിന്നെന്ത് പെണ്ണിന്റെ സൗന്ദര്യം? പടച്ചറപ്പിന്റെ സൗന്ദര്യത്തിലേക്ക് മനുഷ്യനങ്ങ് ആകൃഷ്ടനായാൽ പെണ്ണെ നീ റാബിയത്തുൽ നബിയെ പോലെ, നബീസത്തുൽ മിസ്രിയെ പോലെ അർഹമുർ-റാഹിമീനായ അല്ലാഹുവിന്റെ സൗന്ദര്യത്തെ കുറിച്ചുള്ള ആലോചനയിൽ മുഴുകിയാൽ പിന്നെ നിനക്കെന്തു കട്ടിമീശയുടെ സൗന്ദര്യം, പിന്നെ നിനക്കെന്തു ചെഞ്ചുണ്ടിന്റെ സൗന്ദര്യം, പിന്നെ നിനക്കെന്ത് ഹെയർ സ്റ്റൈലിന്റെ സൗന്ദര്യം, പിന്നെ നിനക്കെന്ത് മോഡേൺ പുരുഷന്റെ സൗന്ദര്യം, നിനക്ക് പിന്നെ എന്ത് മോഡോസിന്റെ സൗന്ദര്യം? ഇല്ല ഇല്ല. ചോക്ലേറ്റ് ബോയ്സിനെ കുറിച്ച് പിന്നെ പെണ്ണിന് ആലോചിക്കാനേ കഴിയില്ല. അല്ലാഹു കൽബിൽ കയറിയാൽ ഈ 2013 പിന്നെ പെണ്ണിനെ കുറിച്ചുള്ള ആലോചന വരില്ല. അല്ലാഹു ഉസ്താദേ നാ ഈമാൻ വേണ്ട. ഞാൻ പറഞ്ഞോണ്ട് ഈമാനിൽ നിന്ന് പടിയിറങ്ങി, തമാശ പറയല്ല, ഒച്ചയില്ലാതെ ഒച്ചകിടുന്നത് ഇത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഈമാനിൽ നിന്ന് പടിയിറങ്ങി ശൃംഗാരത്തിന്റെയും സല്ലാപത്തിന്റെയും പിന്നാലെ പോയവർക്ക് സെക്സ് ഇല്ല, അവർക്ക് ലൈംഗിക മരവിപ്പാണ്. നിങ്ങൾ എന്നോട് ചോദിക്കരുത്. കാസർഗോഡ് പട്ടണത്തിലിരിക്കുന്ന സൈക്യാട്രിസ്റ്റുകളെയും സൈക്കോളജിസ്റ്റുകളെയും സമീപിച്ചിട്ട് ചോദിക്കണം. ദീർഘനേരം ടെലിഫോണിലൂടെ പെണ്ണുമായി സംസാരിക്കുന്നവന് ഒരു കണക്കിന് ഈ മഴ അനുഗ്രഹം. അങ്ങനെയെങ്കിലും ഈ ഫാമിലിക്ക് പറയാൻ കഴിയും. ഈ ഇന്റർനെറ്റും ഒളിച്ചോട്ടവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മഴ പെയ്തില്ലെങ്കിൽ പബ്ലിക് ഓഡിയൻസ് എല്ലാവരും കേട്ടു. മഴ അനുഗ്രഹം, അനുഗ്രഹം. അല്ലാഹുമ്മ സുയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സുയ്യിബൻ നാഫിആ. മഴ പോയി. അല്ലാഹുമ്മ മഴ നിർക്കാൻ പോയായിരുന്നു. മഴ നിന്ന് പറഞ്ഞേക്കരുത്, അതേപോലെ ചെയ്തിട്ട്. അല്ലാഹുമ്മ മഴ നിൽക്കാൻ പോകുമ്പോ മഴ നിന്നു എന്റെ ദുആ കൊണ്ടൊന്ന് പറഞ്ഞേക്കരുത് പറയും. അല്ലാഹുമ്മ സുയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ അല്ലാഹുവേ നീ ഉപകാരപ്രദമായ മഴ തരണേ അല്ലാഹ് പറയും. ഇതിന്റെ മലയാളമാണ്. അല്ലാഹുവേ നീ ഉപകാരപ്രദം. മഴ പെയ്യുമ്പോ പറയല് സുന്നത്തിതാൻ പറയും. അല്ലാഹുമ്മ സുയ്യിബൻ നാഫിആ, നീ ഉപകാരപ്രദമായ മഴ തരണേ അല്ലാഹ്. മഴ തീർന്നാൽ എന്താ പറയണ്ടേ? മുത്തിർനാ ബിഫദ്ലില്ലാഹ് പറയും. മുത്തിർനാ ബിഫദ്ലില്ലാഹ്. മാ മീ മു മുത്തിർന പറയും. മുത്തിർനാ ബിഫദ്ലില്ലാഹ്, അള്ളാന്റെ ഔദാര്യത്തോടുകൂടെ നീ ഞങ്ങൾക്ക് മഴ തന്നോ, ഇങ്ങനെ പറയണമെന്നാണ്. അപ്പൊ വിഷയം ഇതാണ്. നോക്കണം,
ഈമാനിൽ നിന്ന് പിന്തിരിയുന്നവനാണ് ലൈംഗിക മരവിപ്പ്. തമാശ പറയുകയല്ല. ചെറിയ പ്രായത്തിലെ 10 വയസ്സ് മുതലേ പെൺകുട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നവർ, ചെറിയ പ്രായത്തിലെ പെണ്ണിന്റെ ശബ്ദം ആസ്വദിക്കുന്നവർ, അവർ ലൈംഗിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഭാര്യയെ തൃപ്തിപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം കേട്ട് പെണ്ണിന്റെ ശബ്ദത്തോട് പോലും വെറുപ്പ് വന്നിരിക്കുന്നു. കണ്ട് പെണ്ണിന്റെ സൗന്ദര്യത്തോട് വെറുപ്പ് വന്നിരിക്കുന്നു. ഇനി പെണ്ണു വേണ്ട, പെണ്ണിനാണോ വേണ്ട? വിശദമായ വിശദീകരണത്തിലേക്ക് പിന്നെ പോകാം. അതേസമയം ഈമാനിലേക്ക് പ്രവേശിക്കുമ്പോ, പെണ്ണ് ഹൃദയത്തിൽ ഒരു ചിന്തയല്ലാതാകുമ്പോ, അർഹമുർ-റഹീമീനായ അല്ലാഹു മാത്രം ലഹരിയാകുമ്പോ, ആവേശമാകുമ്പോ, അവന് വിവാഹ ജീവിതം വരുമ്പോൾ അവന്റെ ഭാര്യയോട് വല്ലാത്ത താല്പര്യം. പെണ്ണീമാനുള്ള പെണ്ണാണെങ്കിൽ അവൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൾക്ക് ഭർത്താവിനോട് വല്ലാത്ത താല്പര്യം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് വേണ്ടത് ഈമാനാ. ഒരു ഉദാഹരണം, എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. മൊബൈൽ സെറ്റ് ഉപയോഗിക്കുന്ന ഈ കാലത്തെ ആളുകൾക്ക് ഈമാനില്ലേ, ധാർമ്മികമായ പക്വതയില്ലേ? മൊബൈൽ കൊണ്ട് പോലും മനുഷ്യൻ തോറ്റുപോകുന്ന കാലമാണ്. നോക്കൂ, നമ്മുടെ മൊബൈൽ സെറ്റുകളിലേക്ക്, ലാൻഡ് ഫോൺ സെറ്റുകളിലേക്ക് പെണ്ണിന്റെ ശബ്ദത്തിൽ ചില വാഗ്ദാനങ്ങൾ വരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ സെലക്ട് ചെയ്ത് ഞങ്ങളൊരു ലോട്ടറി എടുത്തപ്പോ, ഞങ്ങളൊരു നറുക്കെടുപ്പ് എടുത്തപ്പോ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ ഒട്ടേറെ ആളുകൾ കുടുങ്ങിപ്പോയ ഒരു സാമ്പത്തികമായ പരാജയത്തിന്റെ കഥ പറയുകയാണ് ഞാൻ. പെണ്ണിന്റെ കിളിമൊഴിനാദം അങ്ങേ തലയിൽ നിന്ന് വരുന്ന ഫോൺ ഇങ്ങനെയാണ്: നിങ്ങളുടെ നമ്പർ ഞങ്ങൾ സെലക്ട് ചെയ്തു. ഇതേ ഈ ഫോൺ കമ്പനിയിലെ കുറെ നമ്പറുകൾ ഞങ്ങൾ സെലക്ട് ചെയ്തു. ഞങ്ങൾ നറുക്കെടുത്തപ്പോൾ നിങ്ങൾക്കാണ് നറുക്ക് വീണത്. നിങ്ങളുടെ ഭാര്യയെയും കൂട്ടിയിട്ട് ഇന്ന പട്ടണത്തിലെ ഇന്ന ഓഫീസിൽ വരണം. വിളിക്കുന്നത് പെണ്ണാണ്, എടുക്കുന്നത് ആണായാലും പെണ്ണായാലും ഭാര്യയും കൂട്ടിയിട്ട് പോകണം. ഭാര്യയാണെങ്കിൽ പറയും ഭർത്താവിനെയും കൂട്ടിയിട്ട് വരണം. ഒരാൾക്ക് ഒറ്റക്ക് പോയിക്കൂടാ, വിത്ത് ഫാമിലി, 2 പേരും. ഇനി നോക്കൂ, ലോട്ടറി അടിച്ചു എന്നൊക്കെ കേൾക്കുമ്പോ, ഇനി എത്ര പണമുള്ള മനുഷ്യനാണെങ്കിലും പണം വരും, പിന്നെയും പുതിയ പണം വരും എന്ന് പറയുമ്പോ പോകൂലേ? ഭാര്യയും കൂട്ടിയിട്ട ഓഫീസിലെത്തിയാൽ ചുണ്ടിന് ലിപ്സ്റ്റിക് പുരട്ടിയ, ഐബ്രോ വരച്ച, ഷാമ്പൂ തേച്ചുണക്കിയെടുത്ത മുടിയുള്ള, ഹൈ ഹീൽ ചെരിപ്പുള്ള ഒരു പോസ്റ്റ് മോഡേൺ ഗേൾ ഇരിക്കുന്നു. 1 അല്ല 2 3 പെൺകുട്ടികൾ ഇരിക്കുന്നു. സുന്ദരമായ റൂമാണ്. 2 പേരെയും വിളിച്ചിരുത്തിയിട്ട് പറയും, നിങ്ങൾക്ക് 10 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 50 ലക്ഷത്തിന്റെ കുറി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഭാഗ്യക്കുറി അടിച്ചിട്ടുണ്ട്. ആ പണം ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ കച്ചവടത്തിനിടാം. അതിന്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളിലേക്ക് പണം തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും. ഇനി ഒന്നുമില്ലാത്ത എന്റെ മാതിരി വട്ടപ്പൂച്ചം അസോസിയേഷൻ ആണ് ഭാര്യയും കൂട്ടിയിട്ട് പോയതെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ അതിങ്ങനെ തന്നേന്ന് പറയുമ്പോ നിങ്ങൾക്ക് 1 മാസം കഴിയുമ്പോ ഇതിന്റെ 4 ഇരട്ടി ലാഭം കിട്ടും എന്നിങ്ങനെ പറയുമ്പോ ഭാര്യ പുറത്തുനിന്ന്, പണ്ട് ഹബ്ബാ ബീവി പറഞ്ഞതുപോലെ, അടുത്തട്ടെ പൈസ കൂടിക്കോട്ടെ, നിങ്ങളൊന്നും മിണ്ടണ്ടെന്ന് പറയുമല്ലോ. ഭാര്യയും കൂട്ടിപ്പോകാൻ പറയും. പലരും വീണു പോയിട്ടുണ്ട്, പുറത്ത് പറയാൻ കഴിയാത്തത് കൊണ്ട് മിണ്ടുന്നില്ല എന്ന് മാത്രല്ല അവിടെ എത്തരോടുകൂടെ കുറെ സാധനങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് സമ്മാനങ്ങളായിട്ട് ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ കൊടുക്കും. സാധനങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലയിൽ വീണില്ലേ? പൈസയൊന്നും നിങ്ങൾക്ക് അതിന്റെ കൂടെ എക്സ്ട്രാ ഞങ്ങളുടെ കയ്യിൽ തരാനില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ചൂഷണമാണ്. എങ്കിൽ വൈഫിൽ നിന്ന് 4 5 പവൻ തന്നാൽ അത് ഞങ്ങളുടെ ഈ കച്ചവടത്തിലിടാലോ, നിങ്ങൾക്ക് നല്ല ലാഭങ്ങൾ കിട്ടും. ഏത് സമയത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ പണം പിൻവലിക്കാം, അന്ന് സ്വർണവും എടുത്തു കൊണ്ടുപോകാം. ഭർത്താവ് സമ്മതിച്ചില്ലെങ്കിലും ഭാര്യ, അല്ലെങ്കിൽ ഭാര്യ സമ്മതിച്ചില്ലെങ്കിൽ ഭർത്താവ് ഇവിടെ പ്രേരകനായി നിൽക്കും. അവസാനം ഒരുപാട് പണവുമായിട്ട് ഈ കറക്കു കമ്പനിക്കാര് മുങ്ങിക്കളയുകയാണ്. ഇവിടെയും വില്ലനായി വരുന്നത് ഫോണാ. പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന വൈകല്യങ്ങൾ ഇപ്പോൾ പുതിയ കാലത്തുള്ള വലിയൊരു പ്രതിഭാസം അതാണ്. 1ാം ക്ലാസ്സിൽ നല്ല ബുദ്ധിയായിരുന്നു, 5ാം ക്ലാസ്സിലെത്തുമ്പോഴും നല്ല ഇന്റലിജന്റ് മൈൻഡ് ഉള്ളവനായിരുന്നു, 7ാം ക്ലാസ്സിലെത്തലോടുകൂടെ അവന്റെ പഠനം അവതാളത്തിലായി.
എവിടെയാ വിഷയം വന്നത്? ഫോണിലൂടെ ഒരു ഫ്രണ്ടുമായിട്ട് പരിചയപ്പെട്ടതാണ്. ഇവന്റെ കയ്യിലുമുണ്ട് മൊബൈൽ. 7ാം ക്ലാസ്സുകാരന്റെ കയ്യിലും മൊബൈൽ സെറ്റ്. അപ്പുറത്തുണ്ട് ഒരു ചങ്ങാതി, അവന്റെ കയ്യിലുമുണ്ട് മൊബൈൽ സെറ്റ്. അവൻ ഇവനെ പരിചയപ്പെടുന്നത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ, കോമൺ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലല്ല, ഒരു പൊതു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലല്ല. മാത്രമല്ല അവന് 7ാം ക്ലാസ്സുകാരന്റെ വയസ്സല്ല, ഇവനാകെ വയസ്സ് 12ആണ്. അവന്റെ വയസ്സ് 20ആണ്. 20കാരന്റെ ശബ്ദം ഈ 7ാം ക്ലാസ്സുകാരന് തിരിച്ചറിയുന്നില്ല. ഇവൻ കരുതുന്നു എന്നെ പോലെ ഒരു സുഹൃത്താണ് എന്ന്. അവനും കളവ് പറഞ്ഞു, ഇനി ഞാനും 7ാം ക്ലാസ്സിലാണ് എന്ന്. അവൻ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമുള്ള നാടിന്റെ പേര് പറഞ്ഞു. പരസ്പരം അടുത്തു. പിന്നെ അവന്റെ വീക്ക്നെസ്സുകൾ ഇവനോട് പറയാൻ തുടങ്ങി. ആ വീക്ക്നെസ്സിലേക്ക് ഇവനെ പ്രേരിപ്പിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്നോ, മയക്കുമരുന്നിന്റെ കാരിയറായി ഓരോ UP സ്കൂളിന്റെയും ഹൈസ്കൂളിന്റെയും മുമ്പിൽ കൊണ്ടുപോയിട്ട് ഈ മയക്കുമരുന്നിന്റെ പൊതി നീ വിറ്റ് തന്നാൽ നിനക്ക് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് 500 രൂപ ലഭിക്കും. വേണമെങ്കിൽ ആദ്യം നിനക്കൊരു മൊബൈൽ സെറ്റ് തരാം. ഒരു 7ാം ക്ലാസ്സുകാരനോട്, ശരാശരി 7ാം ക്ലാസ്സുകാരനോട് അവന്റെ ലാൻഡ് ഫോണിലേക്കോ അല്ലെങ്കിൽ അവന്റെ കയ്യിലുള്ള മൊബൈൽ സെറ്റിലേക്കോ ഇങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് വാഗ്ദാനം ചെയ്താൽ ആരാ കുടുങ്ങിപ്പോവാതിരിക്കുക? ഈ കുട്ടി അങ്ങനെ കുടുങ്ങിപ്പോവുകയാണ്. ഇവൻ മയക്കുമരുന്നിന്റെ ഏജന്റാവുകയാണ്. ഇവന്റെ പാപ്പ തറവാട്ടുകാരനാ, ഇവന്റെ ഉമ്മ തറവാട്ടുകാരിയാ, ഇവന്റെ കുടുംബം കുലീനമായ കുടുംബമാ. എന്തു പറഞ്ഞിട്ടെന്താ? പിന്നെ ഈ കുട്ടി ഒരൊറ്റ നേരവും പള്ളിയിൽ വരുന്നില്ല, ഒരു വിഷയവും പിന്നെ പഠിക്കുന്നില്ല. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചവനാ, നല്ല റാങ്കോടുകൂടെ പാസ്സായവനാ. ഇവന്റെ പഠനം അവതാളത്തിലാകുന്നു, ശരീരം ശുഷ്കിക്കുന്നു, നേരത്തെ കിടന്നുറങ്ങുന്നു, വീട്ടിൽ വാശിയും ശാഠ്യവും ഉണ്ടാക്കുന്നു. അവസാനം ഇവനെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് മനഃശാസ്ത്രജ്ഞൻ ദീർഘനേരം ഇവനെ ഒരു തെറാപ്പിക്ക് വിധേയമാക്കിയപ്പോ, ദീർഘനേരം ഇവനോട് സംസാരങ്ങൾ തുടങ്ങിയപ്പോ അപ്പോഴാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് കച്ചവടക്കാരനെ പരിചയപ്പെട്ടത് എന്ന് ഈ 12കാരനോട് ചോദിക്കുമ്പോൾ പറയുന്നു, എന്റെ മൊബൈലിലേക്ക് ഒരു റോങ് നമ്പർ വന്നതാണ്, ഒരു മിസ്ഡ് കോൾ വന്നതാണ്, അതിൽ പരിചയപ്പെട്ടതാണ്. മാത്രമല്ല പലപ്പോഴും ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് ഈ മുംബൈ മയക്കുമരുന്നുകാരന്റെ കൂടെ ഈ 12കാരൻ റോന്ത് ചുറ്റാറുണ്ട്, നാട് കറങ്ങാറുണ്ട്. ഹോമോസെക്സ് സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട കറക്കു കമ്പനികളിൽ പോലും ഈ 12കാരൻ പെട്ടുപോയിട്ടുണ്ട്. പാപ്പാക്ക് ഈ മകനെ തിരിച്ചു കിട്ടാൻ പിന്നെയും 6 മാസം പിടിപെട്ടു. 6 മാസം ആ കൊല്ലത്തെ പഠനം മുടങ്ങി. ഉമ്മ മാസങ്ങളോളം പിന്നെ ഉറങ്ങിയില്ല. ഇവന്റെ വാശിയും ശാഠ്യവും ഉമ്മയെ കൊല്ലാനായി കത്തിയൂരി വന്നു. പാപ്പ എന്തോ പറഞ്ഞപ്പോൾ കണ്ണുമിഴിച്ച് വടിയെടുത്ത് ക്രിക്കറ്റ് ബാറ്റ് എടുത്തടിക്കാൻ വന്നു, ക്രിക്കറ്റ് സ്റ്റിക്ക് എടുത്തടിക്കാൻ വന്നു. ആലോചിച്ചു നോക്കുക, എത്രയെത്ര ആൺകുട്ടികളാ, എത്രയെത്ര പെൺമക്കളാ നമുക്ക് ഈ മൊബൈൽ സെറ്റ് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോകുന്നത്. ടെലിവിഷനിലേക്കും ഇന്റർനെറ്റിലേക്കും ഇപ്പോൾ പോവുകയേ വേണ്ട. വില്ലനായി മുമ്പിൽ വന്നു നിൽക്കുന്നത് ഈ മൊബൈൽ സെറ്റാ. അതുകൊണ്ട് വാത കേൾക്കുന്ന മോമിനിങ്ങളെ, പക്വതയുള്ള ആളുകൾ മാത്രമേ ഈ മൊബൈൽ സെറ്റ് ഉപയോഗപ്പെടുത്താവൂ. ഒരു പുലയിലാകുമ്പോ ഗൗരവത്തോടെ ഞാൻ പലവട്ടം പറയുന്ന ഒരു വിഷയമാണ്. 20 വയസ്സിൽ താഴെയുള്ള റഷീദിയായ പുലുവെത്താത്ത എന്ന് പറയുമ്പോ ഇങ്ങനെ മരം പോലെ ഇരിക്കുകയാണ്. ഇത് കേൾക്കുവോ? ഇത് ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചടന്നേ. 20 വയസ്സിൽ താഴെയുള്ള പക്വതയെത്താത്ത ആണിന്റെയും പെണ്ണിന്റെയും കയ്യിൽ മൊബൈൽ ഏൽപ്പിച്ച് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ആൺകുട്ടികൾ 10 വയസ്സ് മുതൽ മൊബൈൽ ഉപയോഗിക്കുവോ? ഓനെ പെണ്ണ് കിട്ടിച്ചാൽ നീ കോടതി പോട്ടിയിടും. വേണമെങ്കിൽ ഞാൻ ഒരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ടുവരുമായിരുന്നു. ഈ കാസർഗോഡ് ചികിത്സിക്കുന്ന ഒരാളെ ഞാൻ കൊണ്ടുവരുമായിരുന്നു, സമയമില്ലാത്തതുകൊണ്ടാണ്. എന്നാലിപ്പോ തലേ കയറും. 10 വയസ്സ് മുതൽ, ശരാശരി 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ മൊബൈൽ സെറ്റ് യൂസ് ചെയ്യുന്നൊരു വിദ്യാർത്ഥി 25 വയസ്സിൽ കല്യാണം കഴിച്ചാൽ അവന്റെ ഭാര്യയെ പ്രാപിക്കാൻ അവന് കഴിയില്ല. 10 വയസ്സ് മുതൽ ഒരു പെൺകുട്ടി 20 വയസ്സ് വരെ അല്ലെങ്കിൽ 25 വയസ്സ് വരെ മൊബൈൽ ഉപയോഗപ്പെടുത്തുകയാണ്. യൂട്യൂബിൽ കയറിയാൽ അതിലുണ്ട് കുറെ ടെലിഫോൺ ശൃംഗാരങ്ങളുടെ ശബ്ദ ഓഡിയോ, അല്ലെ? ടെലിഫോൺ യൂട്യൂബിൽ കയറിയാൽ, ഞാൻ അങ്ങനെ അതിന്റെ സൈറ്റ് പറഞ്ഞു തരാം. യൂട്യൂബിൽ കയറിയാൽ അതിൽ വെറും മതാലസ ചിരിക്കുന്ന കുട്ടികള്. യൂട്യൂബിൽ കയറിയാൽ കിച്ചേരി അബ്ദുൽ ഗഫൂറിന്റെ വാദുണ്ട്.
ഇപ്പി അബൂബക്കർ അൽ ഖാസിമിയുടെ വാലുണ്ട്, റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ വാലുണ്ട്, നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളുടെ ഡയലോഗുകളുണ്ട്. അതിൽ കേറിയാൽ വായ കൊണ്ട് പറയാൻ പാടില്ലാത്ത, ചെവി കൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത, മനോഹരങ്ങളല്ലാത്ത മതാലസകളെ സംസാരങ്ങളുണ്ട്, മതാലസകളുടെ സംസാരങ്ങളുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും കേൾക്കാൻ പാടില്ലാത്ത ശൃംഗാരങ്ങളുണ്ട്, കിന്നാരങ്ങളുണ്ട്. അത് 10 വയസ്സ് മുതലേ കേൾക്കുന്ന ഒരു പെണ്ണിന് 25 വയസ്സിൽ അവൾക്ക് 18, 19, 20 വയസ്സുള്ളപ്പോ അവളെ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല. ലൈംഗിക മരവിപ്പ് വല്ലാതെ വന്നിരിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ, മലബാറിന്റെ ഓണങ്കേറ മൂലകളിൽ. കല്യാണം കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് വിവാഹം, അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞാൽ തിരിയില്ല, മലയാളത്തിൽ പറയണം. പ്രായമുള്ള ആൾക്കാരുണ്ടാവും, ശരിക്കും കേൾക്ക്. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത് എന്നെ കുറിച്ചാ പറയുന്നത്, എന്നെ കുറിച്ചാ, അങ്ങനെ ചിന്തിക്കല്ലേ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അവരെ കുറിച്ച് തന്നെ. അങ്ങനത്തെ സുഖമുള്ള കുറച്ച് ആൾക്കാരുണ്ട് ദുനിയാവില്, അവരൊക്കെ ആഫീസ് പോട്ടണം, ഇതെല്ലാരെ കുറിച്ചും പറയാൻ. അല്ലാതെ ചില ആൾക്കാരുണ്ട് എന്നെ കുറിച്ചാണ്, എന്നെ കുറിച്ചല്ല, എല്ലാരെ കുറിച്ചാണ്. എന്നെ കുറിച്ച് എനിക്ക് തോന്നുകയാണെങ്കിൽ എന്നെ കുറിച്ച് തന്നെ, പിന്നെ എന്തിനാ മാറ്റി വെക്കുന്നത്? എൻഗേജ്മെന്റ് വിവാഹം ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 19 വർഷമായി കാസർഗോഡ് ജില്ലയിൽ അള്ളാന്റെ അനുഗ്രഹത്തോടെ ജോലി ചെയ്യാം. ഒരാളെയും കുറിച്ച് വേദ പറയൂല, അവനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ പറയില്ല, പറയുന്ന ചീത്ത പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങളിങ്ങനെ പൊതുവായിട്ട് പറയാതില്ലാതെ ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേദ പറയൂല. അതൊരു എന്താ പറയാ, അതിപ്പോ വാടക കൊണ്ടാന്ന് പറയും പോലെ ഇല്ലത്, അത് നടക്കൂല. ഇതെല്ലാരെ കുറിച്ചാണ്. എൻഗേജ്മെന്റ് വിവാഹം അലസിപ്പോവുകയാണ്, മനസ്സിലായില്ല? അങ്ങനെ പറഞ്ഞാൽ തിരിയില്ല. സ്റ്റേജിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ തിരിയായിരിക്കും. എന്താ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാല് പറഞ്ഞുറപ്പിക്കാം. ഒരു മൊബൈൽ സെറ്റും കൊടുത്തിട്ട് കല്യാണം ഉറപ്പിച്ചു, പിന്നെ വിവാഹം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വിവാഹമാകുമ്പോഴത്തേക്ക് ചിലത് വിവാഹത്തിന് മുമ്പേ ചീറ്റിപ്പോവുകയാണ്. കാരണം എന്താ പറയാ, ഇവന്റെ ഭയങ്കര വളപോളോട് ഓന്റെ പോത്തർച്ചിന്റെ നെയ്ച്ചോറിന്റെ കളവ് മുഴുവനും. അതാ ഞാൻ പറഞ്ഞ, ഈ പോത്തർച്ചി കളപ്പാണ്, എന്നെ കുറിച്ചാ പറഞ്ഞെന്ന് ചോദിക്കുന്ന ചോദ്യമല്ലേ, അത് പോത്തർച്ചി കളപ്പാണ്. അതേപോലെ ഇവന്റെ വളവ്, ഇവന്റെ ദേഷ്യം മുഴുവനും അവളോട് പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോ മോഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമായി ഒരു പുരുഷനെ ആഗ്രഹിച്ചു കൊണ്ട് കാത്തിരുന്ന പെണ്ണിന്റെ മനസ്സിന് മുറിവേൽക്കും, എനിക്ക് ഇവനെ വേണ്ട എന്നാകും. കല്യാണത്തിന് മുമ്പ് തന്നെ പറയും വേണ്ടാന്ന്. ചിലപ്പോൾ അവളുടെ സ്വഭാവങ്ങൾ, അവൾ ടൗണിൽ പോകുന്നു, അവൾ പലപ്പോഴും ടൗണിൽ കറങ്ങുന്നു, ദീർഘകാലം നിരീക്ഷണ വിധേയമാക്കുമ്പോൾ അവന് തോന്നുന്നു അവളെ വേണ്ട എന്ന്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മോഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പാറപ്പുറത്തു തകർന്നു വീഴുന്ന പളുങ്ക് പാത്രങ്ങൾ പോലെ തകർന്നു വീഴുന്നു. ഉറങ്ങാത്ത രാവുകൾ ഞാൻ അവളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു ഉസ്താദേ, മോഹിച്ചിരുന്നു ഉസ്താദേ, കാലങ്ങളോളം അവൾക്ക് വേണ്ടി ഞാൻ സ്വപ്നങ്ങൾ നേടിയിരുന്നു, ഇപ്പോൾ അവൾക്ക് എന്നെ വേണ്ട എന്ന് പറയുകയാണ്. എന്തെങ്കിലും ഉറക്കോ തകടിയേറ്റുണ്ടോ ഉസ്താദേ? അതെനിക്കറിയില്ല, നമ്മളോടൊന്നും ചോദിക്കേണ്ടി. നോക്കണം, എൻഗേജ്മെന്റ് വിവാഹങ്ങൾ, പറഞ്ഞുറപ്പിക്കുന്ന വിവാഹങ്ങൾ, ചിലത് കല്യാണത്തിന് മുമ്പ് പറഞ്ഞു പോവുകയാണ്. വേറെ ചില കല്യാണങ്ങൾ എന്റെ വക പറയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാം. 6 മാസമോ 1 കൊല്ലമോ കഴിഞ്ഞിട്ട് നടക്കുന്ന വിവാഹങ്ങൾ, വിവാഹം കഴിഞ്ഞാൽ 2-3 കൊല്ലങ്ങൾക്കിടയിൽ സുബ്ഹാനല്ലാഹ് ഡൈവേഴ്സായി പോകുന്നു, തലാഖായി പോകുന്നു. കാരണം ഒരു 6-7 മാസക്കാലം ഇവളുമായുള്ള സംസാരങ്ങളും ശൃംഗാരങ്ങളും ഇടതടവില്ലാതെ രാവും പകലും തുടർന്നുകൊണ്ടേയിരുന്നു, അല്ലെ? എൻഗേജ്മെന്റിന്റെ ആ വിവാഹത്തിന്റെ നേരം വരെ ഇടതടവില്ലാതെ ശൃംഗാരങ്ങളും സല്ലാപങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. നട്ടപ്പാതിരാ നേരവും നട്ടുച്ചയും ഒരേപോലെ, പ്രഭാതവും പ്രദോഷവും ഒരേപോലെ, ഒരേ ശൃംഗാരങ്ങളാണ്, ഒരേ സല്ലാപങ്ങളാണ്. മോഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പ്രതീക്ഷകളും പരസ്പരം കൈമാറിയുള്ള ആ ശൃംഗാരങ്ങൾ, സല്ലാപങ്ങൾ അവസാനിച്ചേയില്ല, നിലച്ചേയില്ല, മുറിഞ്ഞേയില്ല. കല്യാണം കഴിഞ്ഞ് അങ്ങനെ വല്ലാതെ സംസാരിക്കാൻ കഴിയോ? അറിയില്ല, മനസ്സിലായില്ല? എന്റെ കൂടെ തന്നെ ഉണ്ടാകൂല. ചിലപ്പോൾ പെണ്ണാഗ്രഹിക്കും നേരത്തെയുള്ള അതേ സല്ലാപം, ചിലപ്പോൾ പുരുഷനാഗ്രഹിക്കും അതേപോലെയുള്ള സല്ലാപം. ശരിക്കും എന്റെ കൂടെ ഉണ്ടാകണേ. 2 ഭാഗത്തു നിന്ന് അവരെ മോഹങ്ങളും ആഗ്രഹങ്ങളും സഫലമാകാതിരിക്കുമ്പോ അതാ ത്വലാഖിലേക്ക് നീങ്ങുന്നു. മലബാറിലെ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം
ഈ കേസുകൾ കൂടിക്കൂടി വരികയാണ്. അവസാനം കുടുംബ കോടതിയിൽ ഇരിക്കുന്ന ആ ഒരു സിറ്റിംഗ് ഉണ്ട്. പള്ളിയിലെ ഉസ്താദ്, കന്യാസ്ത്രീ, അതേപോലെ തന്നെ വേദപണ്ഡിതന്മാരായ ഹൈന്ദവ സഹോദരന്മാരിലുള്ള സന്യാസിമാര്, ഇവരെല്ലാം കൂടി ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ഈ പെണ്ണിനോട്, അല്ല മോളെ നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു, ചെറുപ്പക്കാരനോട് നിങ്ങൾ എങ്ങനെയാ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാരൻ പറയുന്നു, എൻഗേജ്മെന്റ് വിവാഹമായിരുന്നു, മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചിരുന്നു, മാസങ്ങളോളം ഞങ്ങൾ ടെലിഫോണിലൂടെ ശൃംഖരിച്ചിരുന്നു. ആലോചിച്ചു നോക്കൂ, ഇവിടെയും വില്ലനായി വരുന്നത് മൊബൈലാ. ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, പക്വതയെത്താത്തവരെ കയ്യിലേക്ക് നാം മൊബൈൽ ഏൽപ്പിക്കല്ലേ. കല്യാണം പറഞ്ഞുറപ്പിച്ചാൽ, പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്തിട്ട് അവളുമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന സ്വഭാവം പോഷണമേ അല്ല. പെണ്ണിന്റെ ശബ്ദം ഔറത്തല്ല, അത് മനസ്സിലാക്കിയിട്ട് അവളോട് ശൃംഖരിക്കാൻ പറ്റുമോ? നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല. നമുക്കാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, കല്യാണത്തിനു ശേഷം ശൃംഗാരമില്ല. വിവാഹം കഴിഞ്ഞാൽ പിന്നെ മീശയും പിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ ഊതി ഉറപ്പിച്ച വരൂണ് പോലെ. ഭാര്യയോട് ശൃംഗാരോ സല്ലാപോ ഒന്നുമില്ല. പിന്നെ അവളാ ഒളിച്ചോടുന്നത്. ഞാൻ എല്ലാം കൂടി അങ്ങോട്ട് പറയാം. അവളെ ഒളിച്ചോടിപ്പോകുന്ന പെണ്ണിന്റെ പിന്നിലുള്ള ഒളിച്ചോടിപ്പോകുന്ന പെണ്ണിന്റെ സങ്കടം എന്താണ്? ഒളിച്ചോടിപ്പോകുന്ന പെണ്ണിന്റെ സങ്കടം എന്താണ്? ഭർത്താവിൽ നിന്ന് വേണ്ടത്ര ശൃംഗാരങ്ങളും സല്ലാപങ്ങളും സംസാരങ്ങളും ഇല്ല, അതില്ല. പിന്നെന്താ ഉള്ളത്? എന്തോ ചില നിർണിത ബന്ധങ്ങൾ മാത്രം. അങ്ങനെ ഇവിടെ പറയാൻ പറ്റും. ഒരു ഉറൂസിന്റെ മദ്രസയിൽ ഞാൻ തുറന്നു പറയായിരുന്നു, ഇതൊക്കെ പേടിയുണ്ട്, ഉസ്താദ് പറഞ്ഞേക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചില നിർണിത ബന്ധങ്ങൾ മാത്രം, ഭാര്യയും ഭർത്താവും തമ്മിൽ ചില നിർണിത ബന്ധങ്ങൾ മാത്രം. അതിന്റെ പുറത്തു ബന്ധങ്ങൾ ഇല്ലാതാകുമ്പോ പുരുഷന്റെ ബാധ്യതയാണ് മര്യാദക്ക് ഭാര്യമാരോട് സംസാരിക്കുക, പെരുമാറുക. മുആശറത്ത് എന്ന് പറഞ്ഞാല് വെറും പെരുമാറ്റം മാത്രമല്ല, ഇണങ്ങിച്ചേരുക. നല്ല രീതിയിൽ ഭാര്യമാരുമായി ഇണങ്ങിച്ചേരുക, നല്ല രീതിയിൽ അവരോട് വർത്തിക്കുക. ഇവിടെ നോക്കൂ, തോറ്റുപോകുന്നു ഭർത്താവ്. അവൻ അന്തസംഘർഷങ്ങളുടെ ലോകത്താണ്, അവൻ പിരിമുറുക്കങ്ങളുടെ ലോകത്താണ്. നന്നായിട്ടൊന്ന് ഭാര്യ ഭർത്തൃ ജീവിതം എൻജോയ് ചെയ്യാൻ, ആസ്വദിക്കാൻ ഇന്നത്തെ ഭർത്താക്കൾക്ക് കഴിയുന്നില്ല. ഭാര്യമാർ വല്ലാതെ സങ്കടപ്പെടുകയാണ്, പെണ്ണൊളിച്ചോടുകയാണ്. ഇവിടെയും നോക്കൂ, വില്ലനായി ഫോൺ വരാം. ഇവനൊരു ബിസിനസ്സുകാരനാണ്, എപ്പോഴും ഇവൻ മൊബൈൽ സെറ്റിന്റെ മുന്നിലാണ്. ഇവൻ സംസാരിക്കുന്നത് ഇവന്റെ ഇടപാടുകാരോടാണ്. രാത്രിയിൽ മണിയറയിലേക്ക് സ്വപ്നങ്ങളോടെ സങ്കല്പങ്ങളോടെ പ്രതീക്ഷിച്ചു വരുന്ന ഭാര്യ, ആ ഭാര്യയുടെ മുമ്പിലും ഇവൻ മൊബൈലിലാണ്. പലരോടും ഷോർട്ടായ കണക്ക്, ബ്രോക്കായ കണക്ക്, കിട്ടാനുള്ള കണക്ക് കൂട്ടി ഫോണിലൂടെ ഇങ്ങനെ മിണ്ടി ചൊല്ലി സംസാരിച്ച് സമയമേറെ വൈകുമ്പോഴത്തേക്ക് ഭാര്യ തളർന്നുറങ്ങുന്നു. ഭർത്താവിൽ നിന്ന് ആവശ്യമുള്ളതൊന്നും ലഭിക്കുന്നേയില്ല. ഭൗതികമായ തിരക്കുകളും കാഴ്ചപ്പാടുകളും ചിന്തകളും താല്പര്യങ്ങളുമായി ജീവിക്കുന്ന ഭർത്താവിന്റെ ഭാര്യയ്ക്ക് ആ ഭർത്താവിൽ നിന്ന് വേണ്ടത് കിട്ടുന്നില്ല. ഇവിടെയും വീട്ടിലിരുന്നു കൊണ്ട് കച്ചവടം ചെയ്യാൻ കഴിയുന്ന മീഡിയയായി ഫോൺ മാറിയപ്പോ, മൊബൈൽ സെറ്റ് മാറിയപ്പോ കുടുങ്ങിപ്പോയത് ഭാര്യയാണ്. മാത്രമല്ല, മക്കൾ ദീർഘനേരം സംസാരിച്ചിരിക്കണമെന്ന് മക്കൾക്ക് താല്പര്യമുണ്ടാകും. മാതാപിതാക്കളോട് ഉപ്പയുടെ സ്നേഹം കിട്ടാൻ, ഉമ്മയുടെ പരിചരണം കിട്ടാൻ. ചെറിയ മക്കളെ കൂട്ടത്തിൽ നമ്മൾ കാണുന്നില്ല, വല്ലാതെ വാശി പിടിക്കുന്ന കുട്ടികൾ. എന്നോട് ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇഖ്ലാസോടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ثم إني أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله. اللهم إني أسألك الجنة. പറഞ്ഞു വരുന്നത് നോക്കണം, ചെറിയ വാശിയുള്ള ചെറിയ മക്കളെ കാണാറില്ലേ? ഒരേയിൽ ഉമ്മയും ബാപ്പയും മക്കളും എല്ലാം ഒന്നിച്ചിരുന്നാൽ മക്കള് വല്ലാതെ വാശി കാണിക്കും. ചില കുട്ടികൾ, ഇതിനെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞു, ആ കുട്ടി ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നു. ആ കുട്ടിയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കാണുമ്പോ ബുദ്ധി ഉറച്ചിട്ടില്ല, വാശി കാണിക്കുന്നു. അപ്പോൾ ഉമ്മ തട്ടാൻ പോകും, അല്ലെ ഉപ്പയെടുക്കാൻ പോകും. അപ്പൊ കുട്ടികളുടെ വാശി പിന്നെയും കൂടുന്നത് കാണാം. എത്ര ഓമനിക്കുന്നോ
അത്രയേറെ വാശി കൂടി വരും. എന്താ? ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് ആത്മാർത്ഥമായ ഉദാത്തമായ സ്നേഹം മക്കൾ ആഗ്രഹിക്കുന്നു. അത് വല്ലാതെ കിട്ടാൻ വേണ്ടി വാശി കാണിക്കുന്നു ചെറിയ മക്കൾ. ബുദ്ധിയുറച്ച പ്രായത്തിലുള്ള 17-20 വയസ്സുള്ള ആൺമക്കളും പെൺമക്കളും ആഗ്രഹിക്കുന്നതും മാതാപിതാക്കളെ സാന്ത്വനമാണ്, മാതാപിതാക്കളെ സ്നേഹമാണ്, മാതാപിതാക്കളുടെ സ്നേഹ സാന്നിധ്യമാണ്. പലപ്പോഴും ഭൗതികതയുടെ അതിപ്രസരത്തിൽപ്പെട്ട വാപ്പാക്ക് അതിന് കഴിയാറില്ല. വാപ്പ ടെലിഫോൺ സംസാരങ്ങളിലാണ്, ടെലിഫോൺ ഇടപാടുകളിലാണ്. പെൺകുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂല, ആൺകുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കൂല. അതുകൊണ്ട് ആൺമക്കൾ പടിയിറങ്ങി പോകുന്നു പുറത്തേക്ക്. അവർ ദൂരെ വെച്ച് ഫ്രണ്ട്സിനെ തേടുന്നു. പെൺകുട്ടികൾ കാമുകന്മാരെ തേടുന്നു. പാപ്പയും ഉമ്മയും മക്കളെ ശ്രദ്ധിക്കേണ്ട പോലെ ശ്രദ്ധിക്കാതിരിക്കുമ്പോ മക്കൾ പടിയിറങ്ങി പോകുന്നു, പുതിയ ബന്ധങ്ങൾ തേടുന്നു. ഇവിടെയും കള്ളനായി കയറി വരുന്നത് മൊബൈലാണ്, ഫോണാ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഫോണിന്റെ ഉപയോഗത്തിൽ ഒരു മിതത്വം പാലിക്കാൻ നാം തയ്യാറാകണം. പുരയിലാകുമ്പോ, പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെയാകുമ്പോ, മക്കളെ കൂടെയാകുമ്പോ മുതിർന്ന മുഅ്മിനീങ്ങളെ പരിധി വിട്ടുകൊണ്ടുള്ള ഫോൺ സംസാരങ്ങൾ ഉപേക്ഷിക്കണം. ശൃംഗാരങ്ങളല്ല, അനുവദനീയമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിൽ തന്നെ നാം ഒരു നിയന്ത്രണം വരുത്തണം. ദീർഘനേരം ഭാര്യമാരുമായി സംസാരിക്കാൻ ഭർത്താക്കന്മാർ സമയം കണ്ടെത്തണം. ദീർഘനേരം മക്കളോട് സംസാരിക്കാൻ. ഇങ്ങനെ മീശയും പിടിച്ച് മസ്ജിദ് കയറ്റിയിട്ട് നിൽക്കുന്ന ഉപ്പല്ലേ, അത് പോകണം. അത് ഇക്കാലത്ത് പറ്റൂല. മക്കളോട് സംസാരിക്കണം, ആൺമക്കളോട് സംസാരിക്കണം. മക്കളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് മാതാപിതാക്കളാകണം. ഏറ്റവും കൂടുതൽ പുരയിൽ കഴിയാൻ മക്കൾ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ വിശേഷം വരണം. റോഡ് കണ്ടുക. ഇപ്പൊ നോക്കൂ, റമളാന്റെ അവസാനത്തെ 10 രാത്രികാലങ്ങൾ അള്ളാഹുവിന്റെ പള്ളികളിൽ ഈത്തിക്കാഫ് കേന്ദ്രീകരിച്ചിരിക്കണം നമ്മുടെ ചെറുപ്പക്കാർ. കുട്ടികളോ, ക്രോസ് കൺട്രി പ്രോഗ്രാം. റോഡ് ചുറ്റിയാൻ എന്തേ കാര്യം? പുരയിൽ ഇവർക്ക് ചോദ്യത്തിനാളില്ല, പുരയിൽ കയറിയാലും മൂടില്ല. മൂടുണ്ടാകണം. എത്ര കൊച്ചു വീടായാലും, സൗകര്യങ്ങൾ കുറഞ്ഞ വീടായാലും, സ്നേഹപൂർണമായ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു ഉപ്പ പുരയിലുണ്ടായാൽ, ഒരു ഉമ്മ പുരയിലുണ്ടായാൽ, മോനെ എന്റെ വോളിയം കൂട്ടിക്കൂട്ടുക മോനെ. അതാ നീ എന്നോടിങ്ങനെ എനിക്ക് മഴ തോന്നിട്ടില്ല. ഞാൻ കുറച്ചുണ്ടായിരുന്നേ. പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന തിരിച്ച പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു ബാപ്പയുണ്ടായാൽ, പ്രതീക്ഷയോടെ സ്നേഹപൂർണമായ മനസ്സോടെ കാത്തിരിക്കുന്നൊരു ഉമ്മയുണ്ടായാൽ, മക്കൾ റോഡ് ചുറ്റാൻ പോകില്ല. എന്റെ ഉപ്പയുണ്ടാകും പുരയിൽ, എന്റെ ഉമ്മയുണ്ടാകും പുരയിൽ, വേഗം പുരയിലേക്ക് മടങ്ങാൻ തയ്യാറാകും. ഇതൊക്കെ പറഞ്ഞു പോകാൻ കാരണം ഇൻഷാ അല്ലാഹ് ഇനി ഈമാനുള്ള മുഅ്മിനീങ്ങളായി വേണം മൊബൈലിന്റെ മുമ്പിലെത്താൻ. മറന്നു പോകല്ലേ, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരും. ചിലപ്പോ ഈ കറക്ക് കമ്പനിക്കാരുടെ കൂടെ കൂടി നിന്റെ പണം പോകും, നിന്റെ വീടും പറമ്പും ജപ്തിയാകും. ഈ സോളാർ മുതൽ അല്ലെ, പുതിയ കാലത്തെ പുതിയ പബ്ലിക് ഇഷ്യൂസുകളിലെല്ലാം വില്ലനായി ആദ്യം വന്നത് കയ്യിലുള്ള മൊബൈലുകളാണ്, കയ്യിലുള്ള ലാൻഡ് ഫോണുകളാണ്. അതുകൊണ്ട് ഈമാനോടെ മാത്രം ഈ ഉപകരണത്തെ ഉപയോഗപ്പെടുത്തണേ. യാ അയ്യുഹല്ലദീന ആമിനൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈമാനിന്റെ മേൽ ദായിമാകണേ, നിത്യമാകണേ. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് മറന്നു പോകല്ല, വീട്ടിലുള്ള ടെലിവിഷനില്ല. ആലോചിച്ചു നോക്കുക, 2000-ന് മുമ്പുള്ള നമ്മുടെ ധാർമ്മികാവസ്ഥ, കാസർഗോഡിന്റെ ധാർമ്മികാവസ്ഥ, മതസംസ്കാരം, നമ്മുടെ ഈമാനികാവസ്ഥ, 2000-ന് ഇങ്ങോട്ടുള്ള നമ്മുടെ ധാർമ്മികാവസ്ഥ വല്ലാതെ മാറ്റം വന്നില്ലേ? നമ്മുടെ കുട്ടികളുടെ ഹെയർ സ്റ്റൈലിൽ പോലും വല്ലാത്ത മാറ്റങ്ങൾ വന്നില്ലേ? പെൺകുട്ടികളുടെ ഡ്രസ്സുകളിൽ വല്ലാത്ത മാറ്റം വന്നില്ലേ? പോരാ കുടുംബ ജീവിതത്തിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പഴയ കാലത്ത് ഭാര്യ ഭർത്താവിനെ വിളിക്കുക കുട്ടികൾ ഒപ്പാനാണ്. ഇപ്പൊ ഷബീർ ചാ, ജാബിർ ചാ,
ഇത് കേട്ട് വയസ്സുള്ള ആള് എന്നായി കേൾക്കുന്ന പഠിച്ചാൽ എന്റെ ഉമ്മാമാനെ ഞാൻ കണ്ടിരുന്നു, ഉപ്പാപ്പാനെ. അവർ രണ്ടാളും കുട്ടികളുപ്പ ഉപ്പുപ്പിയാണെങ്കിൽ ഉമ്മാന ഓ എന്നല്ലാണ്ട് പേര് വിളിക്കില്ല. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഷബീർച്ച റസ്മി ഇതെവിടെന്ന് വന്നതാണ്? ഇത് ടെലിവിഷനിൽ നിന്ന് വന്നതാണ്. ടെലിവിഷനിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായില്ലേ? അങ്ങനെ ഒരു മാറ്റം ഉണ്ടായില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ആലോചിച്ചു നോക്കുക. പ്രിയപ്പെട്ട ബാപ്പയോട് മക്കൾക്കുള്ള ബന്ധങ്ങൾ കുറഞ്ഞു പോയില്ലേ? അല്ലേ? ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള ബന്ധം കുറഞ്ഞില്ലേ? ഭാര്യയോട് ഭർത്താവ് ഇപ്പോ രാത്രി സമയം പറയില്ല, ഒരു സീരിയൽ ഉണ്ട്, അതിലുള്ളത് മുഴുവനും ഭർത്താവിൽ നിന്ന് ഭാര്യയെ കൈയിട്ട് വാരി വേറെ കൊണ്ടുപോകുന്ന പെരും കള്ളന്മാരുടെ കഥകൾ, അതേപോലെ ഭാര്യയിൽ നിന്ന് ഭർത്താവിനെ വേർപെടുത്തുന്ന ചില അഭിനവ പെണ്ണിന്റെ കഥകൾ. മനസ്സിലായില്ല? രാത്രിയിൽ ഒരു സീരിയൽ ഉണ്ട്, ഭർത്താവിൽ നിന്ന് ഭാര്യയെ വേർപെടുത്താൻ നോക്കുന്നവന്, പിന്നെ ഭാര്യയിൽ നിന്ന് ഭർത്താവിനെ വേർപെടുത്താൻ നോക്കുന്നോള്. സുബ്ഹാനല്ലാഹ്. മാതാപിതാക്കളെ കയ്യിൽ നിന്ന് മഞ്ചത്തിയായ പെൺകുട്ടിയെ തട്ടിയെടുക്കുന്ന വില്ലനായ കഥാപാത്രം. ഇത് കാണുന്ന രാത്രിയിലെ ആ സീരിയൽ കാണുന്ന ആളുകൾ എന്താ കരുതുക? പഠിച്ചോനെ എനിക്കിങ്ങനെ ഒന്നാകണം, എന്റെ ഓള് പോരാ, പുറന്നുകൂടി വേണം. ഒന്ന് തട്ടിയെടുത്താൻ ശ്രമിച്ചാലോ, ഒന്ന് അവളെ കൂടി എന്റെ പരിധിയിലാക്കാൻ ശ്രമിച്ചാലോ? ആലോചിച്ചു നോക്കുക. സാഹചര്യമാണ് മനുഷ്യനെ തമ്മാടിയാക്കുക. അതുകൊണ്ടാണ് 99 ആളുകളെ കൊന്നൊരു മനുഷ്യനില്ലേ ഹദീസിൽ? 99 ആളെ കൊന്നൊരു കഥാപാത്രം. ഒരു സൂഫിയായ മനുഷ്യന്റെ, ഒരു നല്ല മനുഷ്യന്റെ അടുക്കൽ ചെന്നപ്പോ അയാൾ പറഞ്ഞു കൊടുത്ത ഉപദേശം എന്താണ്? 99 കൊന്ന് പിന്നെ ആദ്യം ഉപദേശിക്കാൻ പോയ അയാളെയും കൊന്ന് 100 പൂർത്തിയാക്കി ആലിമായ സൂഫിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ താമസിക്കുന്ന നാട്ടിൽ നിന്ന് മാറണം, നീ നന്നാകണോ? 100 ആളുകളെ കൊന്ന ഒരു തമ്മാടിയോട്, 100 ആളെ കൊന്നൊരു തമ്മാടിയോട് ഇതിലൊരു സംഭവം കാണാം. സൂഫിയായ ആലിമായ ആരിഫായ അള്ളാഹുവിന്റെ അടിമ പറയുന്നു, മോനെ നിനക്ക് തൗബ വേണോ? നിനക്കും തൗബയുണ്ട്, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ നീ താമസിക്കുന്ന നാട്ടിൽ നിന്നും നീ മാറിപ്പോകണം. എന്നിട്ട് നീ സ്വാലിഹീങ്ങൾ താമസിക്കുന്ന നാട്ടിലെത്തിയാൽ നിനക്ക് തൗബയുണ്ട് മകനെ. ആലോചിച്ചു നോക്കുക. സാഹചര്യമാണ് മനുഷ്യനെ തമ്മാടിയാക്കുക. ഭർത്താവിന്റെ അടുക്കലുള്ള ഭാര്യ, പതിവ്രതയായ ഭാര്യ, പരിശുദ്ധയായ ഭാര്യ, ഭർത്താവിനെ നന്നായി അനുസരിക്കുന്ന കുലീനയായ ഭാര്യ, തറവാട്ടുകാരിയായ ഭാര്യ, പരിശുദ്ധയായ ഭാര്യ, ആ ഭാര്യയെ വളരെ തന്ത്രപൂർവം ആ ഭർത്താവിന്റെ അടുക്കൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്ന, അതും നോക്കണം, ആ ബലാത്കാരമായല്ല തട്ടിക്കൊണ്ടുപോകുന്നത്, പ്രേരണയിലൂടെ, ചൂഷണത്തിലൂടെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രത്തിന്റെ കഥ ടെലിവിഷനിലൂടെ, സീരിയലിലൂടെ കാണുന്ന നമ്മുടെ ഇടയിലുള്ള സ്ത്രീ ലംബടരായ ആളുകൾ മനസ്സിലാക്കുന്നു, എനിക്കും ഇങ്ങനെയൊരു കഥാപാത്രമായാലോ, ഏതെങ്കിലും സൗന്ദര്യമുള്ള പെണ്ണിനെ ഞാനും തട്ടിക്കൊണ്ടുപോയാലോ? അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുക. മാത്രമല്ല, ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ എൻഗേജ്മെന്റ് വിവാഹങ്ങളിൽ ദീർഘകാലം ഫോണിലൂടെ ശൃംഖരിക്കുന്ന പെണ്ണില്ലേ, ആ പെണ്ണിനെ പെട്ടെന്ന് വലയിലാക്കാൻ കഴിയുമെന്ന്. കാരണം എന്താ? ഇവൾക്ക് സെക്സിന്റെ എല്ലാ ഭാഗവും ആദ്യമായി ഇവളിങ്ങനെ പഠിക്കുക. ആ നമ്പറുകൾ വേറെ ഏതെങ്കിലും ആളുകൾക്ക് കിട്ടിയിട്ട് ആ നമ്പറിൽ ആ പെണ്ണുമായി ബന്ധപ്പെടുമ്പോൾ ആ പെണ്ണ് പറയും പോലെ കേൾക്കുകയാണ്. പെട്ടെന്ന് സംഭവിക്കും. അതേപോലെ ഈ ടെലിവിഷനിലെ കഥാപാത്രങ്ങൾ കണ്ടിട്ട് മനുഷ്യൻ എത്ര വേഗമാണ് തമ്മാടിയാകുന്നത്. നോക്കണം. ഒളിച്ചോട്ടമല്ല വിഷയം, ഒളിച്ചോട്ടം വിഷയമേ അല്ല. കാരണം എന്താ? ഒളിച്ചോടിയില്ലേ, ഓടടാ ഓട്ടം, ഓടിക്കോട്ടെ, ഒടുക്കത്തെ ഓട്ടം ഓടട്ടെ, പിന്നെ മടങ്ങണ്ടോള്. എന്താ വിഷയം എന്നറിയോ? രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, ആ ഓട്ടമാണ് സങ്കടം. മനസ്സിലായില്ല? ഭർത്താക്കന്മാർ ഇപ്പോ പുതിയ കാലത്തുണ്ടായ വലിയൊരു സങ്കടം, ഈ ഒളിച്ചോട്ടങ്ങൾക്കു ശേഷവും ഭർത്താവ് കണ്ണു ചിമ്മി മൗനിയാകുന്നു. മോളെ, നീ തന്നെയാണ് എന്റെ ഭാര്യ, നീ പോയാലും നീ എന്റേതു തന്നെ, നീ വന്നാലും എന്റേതു തന്നെ, നിന്നേക്കാൾ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ ഇനി ഈ ഉലകത്തിൽ എനിക്ക് കിട്ടില്ല. നീ എന്റെ നെഞ്ചാൻ, നീ എന്റെ കണ്ണാൻ, നീ എന്റെ കൽബാൻ. ഒലക്കയുടെ ഭർത്താവ് അതൊക്കെ കൂടിക്കൂടി വരും. എത്രയാ വേണ്ടവരുണ്ട് ഇപ്പോ ഈ ഒച്ച കൊണ്ട് ഇപ്പൊ എന്തൊക്കെയാ പറയാൻ കഴിയാ? ഇവിടെ നോക്കണം, ഭാര്യയുടെ തിന്മയുടെ മുമ്പിൽ ലക്ഷക്കണക്കിന് രൂപ. ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്താണ്? ശരീരവും നൽകുന്നു, സമ്പത്തും നൽകുന്നു. സഹോദരിമാര്,
ശരീരവും നൽകുന്നു, സമ്പത്തും നൽകുന്നു. സഹോദരിമാര്, ഇവിടെ നോക്കൂ, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ രാത്രി വരെ കറങ്ങുന്ന ചക്രം പോലെ ഈ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കറങ്ങുന്ന ഭർത്താക്കന്മാരുടെ ചില്ലാനങ്ങളും അധ്വാനങ്ങളും വരുമാനങ്ങളും ഏതെങ്കിലും നിമിഷ നേരത്തെ പൈശാചികമായ ചിന്ത കൊണ്ട് ഈ പെണ്ണ് പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് രണ്ടാമതായി ഗൗരവത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ടെലിവിഷനെ നിയന്ത്രിക്കാൻ കഴിയണം. ഫോണിനെ നിയന്ത്രിക്കുന്നത് പോലെ ടെലിവിഷനെ നിയന്ത്രിക്കാൻ കഴിയണം. അതിന്റെ മുമ്പിലെത്തുമ്പോഴും ഇത്തഖില്ലാഹ ഹൈദുമാ കുന്ത, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ ഹദീസ് നമ്മുടെ കൽബിലുണ്ടാകണേ, നമ്മുടെ കൽബിലുണ്ടാകണേ. ഇത്തഖില്ലാഹ ഹൈദുമാ കുന്ത, നീ എവിടെയായാലും പടച്ച റബ്ബിനെ സൂക്ഷിക്കുക. നീ മൊബൈലിന്റെ മുമ്പിലായാലും, നീ ടെലിവിഷന്റെ മുമ്പിലായാലും, നീ നെറ്റിന്റെ മുമ്പിലായാലും, നീ കമ്പ്യൂട്ടറിന്റെ മുമ്പിലായാലും, നീ അങ്ങാടിയിലായാലും, നീ ഗ്രാമപ്രദേശത്തായാലും, നീ പള്ളിയിലായാലും, നീ പള്ളിമുറ്റത്തായാലും, നീ എവിടെയായാലും ഇത്തഖില്ലാഹ ഹൈദുമാ കുന്ത, നീ എവിടെയായാലും പടച്ചവനെ സൂക്ഷിക്കണേ. റസൂലുള്ളാഹി ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഓർമ്മ വേണം, ഈ കാഴ്ചയൊന്നും കാഴ്ചയല്ല. കാണേണ്ട ഒരു തൃക്കാഴ്ച വരാനിരിക്കുന്ന ലോകത്താണ്. അത് കാണേണ്ടതും ഈ കണ്ണുകൊണ്ടാണ്, ഈ കണ്ണുകൊണ്ടാണ്, ഈ കണ്ണുകൊണ്ടാണ്. ടെലിവിഷനിൽ കാണുന്ന കാഴ്ചയൊന്നും കാഴ്ചയല്ല. പണ്ട് സുലൈമാൻ മുസ്ലിയാര് കളിക്കുന്ന മക്കളെ നോക്കിയിട്ട് പറഞ്ഞ പോലെ, ഈ കളിയൊന്നും കളിയല്ല, ഈ കളിയൊന്നും കളിയല്ല, ഈ കളിയൊന്നും കളിയല്ല. മരണം എന്നൊരു കളിയുണ്ട്, മത്സര എന്നൊരു കളിയുണ്ട്, അങ്ങനെ കളികൾ ഇങ്ങനെ കളികൾ പലതുണ്ട്. ടെലിവിഷനിൽ കാണുന്ന കാഴ്ചയൊന്നും കാഴ്ചയല്ല. പെണ്ണിന്റെ മനോഹാരിത, മാദക ശരീരം കാഴ്ചയല്ല. ആണിന്റെ ഭംഗി കാഴ്ചയല്ല. കാഴ്ച എന്താണ്? മങ്കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. ആരെങ്കിലും അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നോ, ഫല്യഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മം ചെയ്തു കൊള്ളട്ടെ. അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, റബ്ബിനെ കാണാൻ ആഗ്രഹമുള്ളവൻ സൽക്കർമ്മങ്ങളുടെ വഴിയിൽ പോകണം. അതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. ആഗ്രഹിച്ചിരിക്കേണ്ടത് ആ കാഴ്ച കാണാനാണ്. അത് കാണണമെങ്കിൽ ഈ ദുഷിച്ച കാഴ്ചയിൽ നിന്ന് പിന്തിരിയണം. ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ പുതിയ കാലത്ത് ഈമാൻ ഓരോ ദിവസം കഴിയും തോറും പിറകോട്ട് പോവുകയാണ്. സ്ത്രീകളെ, പുരുഷന്മാരെ, വാതുകൊണ്ട് കിട്ടുന്നൊരു നേട്ടം എന്താണ്? ഖുർആൻ ആയത്ത് കേൾക്കുമ്പോ, ഹദീസുകൾ കേൾക്കുമ്പോ, ദിക്റുകൾ ചൊല്ലുമ്പോ, സ്വലാത്ത് ചൊല്ലുമ്പോ, ദുആഇൻ ആമീൻ പറയുമ്പോ കൽബ് വല്ലാതെ ശുദ്ധിയായി വരികയാണ്. വഴങ്ങ് കഴിഞ്ഞ് പിന്നെയും നാം റോഡിന്റെ മേലേക്ക് ഇറങ്ങുമ്പോ, നാം മൊബൈലിലൂടെ പലരോടും സംസാരിക്കാൻ തുടങ്ങുമ്പോ, സൗന്ദര്യമുള്ള മുഖങ്ങളെ പരസ്പരം കാണാൻ തുടങ്ങുമ്പോ, ഓരോ തെറ്റുകൾ നാം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോ എന്താ സംഭവിക്കുക? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ദോഷങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കൽബിൽ കറുത്ത പുള്ളികൾ വീഴുകയാണ്. ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ കൊല്ലമുള്ള മാനസികാവസ്ഥയല്ല നമുക്കുള്ളത്, അല്ലെ? മാറി വരികയാണ്. ഞാൻ ടി വി ഒന്നും കാണില്ല ഉസ്താദ് എന്ന് പറയുന്നവനും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മേലോട്ട് നോക്കുകയാണ്. പന്തങ്ങണ്ട വിളിച്ചായുടെ മാതിരി ഇന്നലെ രാത്രി വിളിച്ച് വിദ്യാസമ്പന്നനായ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ഏറെ മനഃശാസ്ത്ര വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ള ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞത്, ഉസ്താദേ, ഒരു 25 കൊല്ലം മുമ്പ് നിങ്ങൾ പറയാറുള്ള പോലെ ടെലിവിഷൻ വീട്ടിൽ നിന്ന് എടുത്തു ചാടണമെന്ന് പറയണേ. ടെലിവിഷൻ വീട്ടിൽ നിന്ന് എടുത്തു ചാടണമെന്ന് പറയണേ. കണ്ണിയത്ത് ഉസ്താദിനെ തേടിയിട്ട് വന്ന ഒരു പണ്ഡിതനോട് കണ്ണിയത്തിനെ കാണാൻ ഒരു ആലിമ വന്നു. ആ ആലിമിന്റെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ടായിരുന്നു. ആ ആലിമിന്റെ ടെലിവിഷൻ ഹലാലാക്കി എടുക്കണം. വാഴക്കാട്ടെ റയീസുൽ മുഹഖഖീന്റെ പൊരിയിൽ ചെന്നിട്ട് പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദെ, ഒരു വിധി കേൾക്കാനാ വന്നത്, ഒരു ഫത്വ ആവശ്യപ്പെട്ടിട്ടാ വന്നത്. കണ്ണിയത്ത് ചോദിച്ചു, എന്താണ് ചോദിക്കുന്ന ചോദ്യം? ചോദിച്ചോളൂ. പറഞ്ഞു, ടി വി ഇങ്ങനെയാ, ടെലിവിഷന്റെ മതകീയ മാനം എന്താണ്?
കണ്ണിയത്ത് ഉസ്താദിനാണെങ്കിൽ ടെലിവിഷൻ അറിയില്ല. വീണ്ടും ചോദിച്ചു, അത് എങ്ങനെയാ ടെലിവിഷൻ, എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ വന്ന പണ്ഡിതൻ പറഞ്ഞു, ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ റേഡിയോ പോലെ കേൾക്കുകയും ചെയ്യാം, സിനിമ പോലെ കാണുകയും ചെയ്യാം. കേട്ട മാത്രയില ബസീറത്തുള്ള പണ്ഡിത വൈദ്യന്റെ ഹൃദയാന്തരാളത്തിൽ നിന്നൊരു മറുപടി വന്നു, ലോകാവസാനത്തേക്കും ഫിറ്റായ മറുപടി. അത് ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. കേട്ടപ്പോ ആലിമ ചോദിച്ചു, അല്ല ഉസ്താദേ, അതിന് ഉപകാരങ്ങളില്ലേ? ഒരുപാടുണ്ട്, ഇല്ലാന്നല്ല, ഉപകാരല്ലേ? അവൻ പറഞ്ഞു, ഉപകാരവുമുണ്ട് ഉപദ്രവവുമുണ്ട്, അല്ലേ? ഉപകാരവുമുണ്ട് ഉപദ്രവവുമുണ്ട്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇദ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇദ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. മദ്യത്തിലും ചൂതാട്ടത്തിലും ഉപകാരവുമുണ്ട്, വലിയ ഉപദ്രവവുമുണ്ട്. മദ്യത്തിന്റെയും ചൂതാട്ടത്തിന്റെയും ഉപദ്രവം അക്ബറു, ഏറ്റവും വലിയതാണ്, വലിയതാണ്, വലിയതാണ്. അതിന്റെ ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് വലുത്. അതുകൊണ്ടെന്താ വേണ്ടെന്നറിയോ? എടുത്തു ചാടണമെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞേക്കൂല. എന്താ മാർഗം? ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് اللهم إني أسألك الجنة وأعوذ بك من النار. ഇഖ്ലാസോടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നു. വലിയൊരു മജ്‌ലിസ് എന്നത് പറയുമ്പോ ഒരുപാട് റഹ്മത്തിന്റെ മലായികത്തുകൾ നമ്മെ വലയം ചെയ്യുമ്പോ എഴുന്നേറ്റ് പോകുന്ന നേരത്തുണ്ടാകുന്ന ഒരു ധന്യത. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, പടച്ചവനെ നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ, നിന്നോട് ഞാൻ നരകത്തെ തൊട്ട് കാവലിനെ തേടുന്നു. പറയ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന. ടെലിവിഷൻ എടുത്തു ചമരണം എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം, അത് കേൾക്കില്ല. ഒരു കാര്യമുണ്ട്, എപ്പോഴും നിയന്ത്രണം വേണം. സീരിയലുകൾ വരുമ്പോൾ നിയന്ത്രണം വേണം, റിയാലിറ്റി ഷോ വരുമ്പോൾ നോക്കണം. നമ്മുടെ ലോല വികാരങ്ങളെ കിളിപ്പെടുത്തുന്ന ടെലിവിഷനിലുള്ള ഗാന മത്സരങ്ങളില്ലേ, ഗാന മത്സരങ്ങളില്ലേ? ഇവിടെ നോക്കൂ, ഇതൊക്കെ കണ്ടിരിക്കുന്നവരുടെ മനസ്സ് ബാധ്യതകളെ നിർവഹിക്കാൻ കഴിയാത്ത മനസ്സല്ല. ടി വി ഫോബിയ. തമാശ പറയല്ല, സ്ഥിരമായിട്ട് ടി വി കാണുന്ന കുട്ടി പിന്നെ അവനോടൊരു ജോലിക്ക് പോകാൻ പറഞ്ഞാൽ പിന്നെ അവൻ ജോലി ചെയ്യില്ല. സ്ഥിരമായിട്ട് മൊബൈൽ ഗെയിമുകൾ കളിക്കുന്നൊരു ചെറുപ്പക്കാരൻ, അവൻ 22 വയസ്സായാൽ അവനോടൊരു ജോലിക്ക് പോകാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഭയങ്കര മടി. അതിനുണ്ടായ പാപ്പയും ഉമ്മയും ഇത് ശ്രദ്ധിക്കണം. അതേപോലെ നോക്കൂ, എപ്പോഴും ടെലിവിഷൻ കാണുന്ന, എപ്പോഴും മൊബൈൽ ഗെയിമുകൾ കളിക്കുന്ന, ഫേസ്ബുക്കിൽ കയറിയിട്ട് ചാറ്റ് ചെയ്യുന്ന, അതേപോലെയുള്ള ഏതെങ്കിലും വിനോദങ്ങളോട് ബന്ധമുള്ള മനസ്സാണോ 17-കാരിയുടെ മനസ്സ്? അവളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഭർത്താവിന്റെ വീട്ടിൽ ഒരു പണിയും എടുക്കൂല. ഓളിങ്ങനെ ഡ്രീം ഗേൾ ആയിട്ട് ഇങ്ങനെ എപ്പോഴും അണിഞ്ഞൊരുങ്ങി, ഹൈ ഹീൽ, ചിലപ്പോ പെന്റെ ഉള്ളുന്നതിനെ ചിലപ്പോൾ ഇങ്ങനെ കൊണാന്ന് പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഒരു പണിയും എടുക്കൂല. അതുകൊണ്ടാണ് ഭർത്താവിന്റെ ഉമ്മയും അവളും തമ്മിൽ അകന്നു പോകുന്നത്. ഭർത്താവിന്റെ ഉമ്മയെക്കാളും നമ്മൾ ആക്ഷേപിച്ചു പോവുക ഈ പെൺകുട്ടിയെ വളർത്തിയ മാതാപിതാക്കളെയാണ്. ബഹുമാന്യരായ, നമ്മുടെ എല്ലാമായ, നമ്മുടെ ആവേശമായ, നമുക്ക്